നമ്മളിത് കറക്റ്റായിട്ടാണ് കണക്ക് കൊടുക്കുന്നത്. കണക്ക് കറക്റ്റായിട്ട് എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം അതേപോലെ തന്നെയാണ് ചെയ്യും. അത്ര കോടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഇന്ത്യയുടെ മൊത്തം കുറഞ്ഞ ലോകത്തിലൊക്കെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സത്യത്തിൽ എൻ്റെ ആഗ്രഹം അങ്ങനെ. ഇപ്പം നമുക്ക് നമ്മുടെ ആശ്രമം ഒരു മതം പൈസ തരുന്നില്ല, ജാതിയില്ല, അംഗത്വമില്ല. മക്കളുടെ ത്യാഗം കൊണ്ടാണ് ഇതിലുള്ളത്. ഞാൻ ഗുജറാത്തിൽ നമ്മൾ വീട് വെച്ച് കൊടുത്തപ്പോൾ 90-85 വയസ്സുള്ളവർ സുനാമി സമയത്ത് എവിടെ അമ്മ വീട് വയ്ക്കുന്നു ആ സ്ഥലത്ത് അവർ വരും. എല്ലാ വർഷവും അവർ വന്നിട്ട് ഇവിടെ വന്ന് സഹായിക്കും ആ ചെയ്യുന്നിടത്ത്. ഇപ്പം എന്താണ് തനിക്കുള്ള, എന്താണ് തൻ്റെ ബുദ്ധിക്ക് ദഹിക്കുന്നത്, എന്താണ് തൻ്റെ കാഴ്ചപ്പാടുന്ന അതാണ്. കാഴ്ച കൊണ്ട് കാഴ്ചപ്പാടില്ല എന്നുള്ള പോലെ ഞാനായിരുന്നു സേവിക്കുന്നത്. എന്നെ സേവിക്കാൻ പറയുന്നില്ല, എൻ്റെ മക്കളെ ഞാൻ സേവിക്കുന്നു. അതെപ്പോഴും സേവിക്കാനും സ്നേഹിക്കാനുള്ളൊരു ഭാവം ഉണ്ടാകണം ആഗ്രഹിക്കുന്നു. പിന്നെ ആരോടും പിടിച്ചു പറിച്ചോ മോട്ടിച്ചുകൊണ്ടോന്നോ ചോദിച്ച് മേടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് ആ മനസ്സ് കിട്ടി അത് ചെയ്യാനുള്ള, അതുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള. ആരും പ്രയത്നിക്കാൻ വന്നിരിക്കുന്നില്ല, പ്രയത്നിച്ച് തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഞാൻ ഇത്ര മണിക്കൂറെങ്കിലും ഒരു നേരെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ ഒരു നേരം ചിലപ്പോൾ ദിവസം കഴിച്ചില്ലെന്നിരി. എന്നാൽ അനേകായിരം എഴുത്തുകളുണ്ട്, എല്ലാ രാജ്യത്തും വയ്ക്കുന്ന എഴുത്തുകളുണ്ട്, സ്ഥാപനമുണ്ട്, കുട്ടികളെ ധ്യാനിപ്പിക്കാൻ പോകണം, ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ടുപോകണം, ഈ വരുന്നവരുടെ കാര്യങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ നോക്കണം, ഇത്രയും ബ്രഹ്മചാരികളെ മറ്റുള്ള കാര്യങ്ങൾ നിൽക്കണം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ജോലി മടിയന്മാരിൽ എപ്പോൾ നോക്കിയാൽ അത്രയും ഏത് ആധ്യാത്മജീവികളെ തൂക്കാനും തീട്ടന്മാരാണ് ഇറങ്ങുന്നത്. ആരെയും കുറ്റം പറയല്ല. എൻ്റെ മക്കളുടെ ത്യാഗവും സമർപ്പണം ഞാൻ പറയണം. മക്കളുടെ ത്യാഗവും സമർപ്പണം കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാവം വന്നതുകൊണ്ടല്ലേ അത് ആ ഒരു ഹൃദയം കിട്ടിയത്. മറ്റ് പലരും വാദിക്കുന്നുണ്ടാൽ അതുപോലെ പോയി പ്രയത്നിച്ച് കാണുന്നില്ല. അതാണ് വിഷമം. ശരിയായ പ്രായോഗിക യുക്തി. ഈശ്വരനെ വിശ്വസിക്കേണ്ട ഞാൻ പറയുന്നില്ല, ഈശ്വരനൊന്നും വേണ്ട. ഈ പാൽപ്പായസം പാവങ്ങൾ പെട്ടിട്ട് പാൽപ്പായസം കൊടുക്കുന്നത്, പാൽപ്പായസം നമ്മൾ തന്നെ കഴിക്കുന്നത്, ദൈവം കൊണ്ട് കുടിക്കുന്നൊന്നുമില്ല, കുടിച്ചാരും കുടിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ശരിയായ യുക്തി. ഈശ്വരനുണ്ടോന്നും ഇല്ല, ദുഃഖിക്കുന്ന മനുഷ്യനുണ്ടോ? ആ ദുഃഖത്തെ നമുക്കെങ്ങനെ നിവർത്തി വരുത്താൻ പറ്റും? അതിന് പ്രായോഗികം ചെയ്താൽ അവരുടെ കാല് കമ്മ കഴുകാം. അവരുടെ തലത്തിൽ തന്നെ അവരെ കാണുന്നു. കാരണം എന്താണ്? കാരണം കുറിയിട്ട ഭക്തനും കുറിയിടാത്ത മറ്റുള്ളവരെയും നല്ല മനസ്സ് കാണാറുണ്ട്. കുറിയിട്ട ഭക്തന് മനസ്സ് കാണാറില്ല, കുറിയിടാത്ത മറ്റുള്ളവർക്കും കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആരും തള്ളിപ്പറയല്ല. മക്കളുടെ ആ ത്യാഗവും ആ ശബരിമലയൊക്കെ വിളിച്ചൊക്കെ സമയങ്ങളിൽ എല്ലാവരും വന്നു. ഇത്ര പേരുകൂടി ഇതെല്ലാം എടുക്കാൻ തയ്യാറായി ചെയ്തപ്പോൾ ഞാൻ വെളിയിലിരുന്നെങ്കിലും ഇങ്ങനെ കണ്ണുനീര് വന്നു. ആനന്ദക്കണ്ണുനീര്. എൻ്റെ മക്കളുടെ ആ ത്യാഗം. അവരെനിക്ക് കൂട്ടത്തിൽ പോയി ആ ചപ്പഞ്ചപ്പുറം വരാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൂടി ഒന്ന് മക്കളോടൊത്ത് വാരിയെങ്കിൽ. പണ്ട് ആശ്രമത്തിൽ കല്ലുപണി കഴിയുമ്പോൾ ഞാനും കൂടെ പോയി കല്ലുപണി ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയാണ്. വള്ളിക്കാൻ മടിയന്മാരൊന്നും ഇല്ല, അങ്ങനെ മടിയന്മാർ ആരും ഇരിക്കുന്നില്ല. ധ്യാനവും പറഞ്ഞ് ഇങ്ങനെ കറങ്ങിയടിക്കുകയല്ലേ ചെയ്യുന്നത്. അവരെല്ലാം പ്രയത്നിക്കും. നിങ്ങൾക്ക് കാണാമല്ലോ, ഈ പന്തൽ കെട്ടുന്ന ബ്രഹ്മചാരികൾ, ഈ ബെഞ്ചിടുന്ന ബ്രഹ്മചാരികൾ, ലൈറ്റ് കെട്ടുന്ന ബ്രഹ്മചാരികൾ, അത്രയും അധ്വാനിക്കുന്നവർ, ധ്യാനിക്കുന്ന, ശാസ്ത്രം പഠിക്കുന്ന, ഇത്രയും ചെയ്യുന്ന. എന്നിട്ട് അവർ 24 മണിക്കൂറുടെ ഭജനയുണ്ട്. ആരോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടനെടുത്ത് വെച്ചുകൊണ്ട് ചുമ്മാ വിളമ്പി മതത്തിന് മതവികാരം വിളക്കി വിട്ടിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി ഉണ്ടാക്കി യുദ്ധം തന്നെ പുറപ്പെടുവിക്കാനിരിക്കുക. എല്ലാവരുടെയും ഹൃദയം നല്ല മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ക്ഷമിക്കാനും സഹിക്കാനുള്ള ശക്തി കിട്ടണേ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കും. മക്കളെ ആകെ പുറവും അകവും കലുഷമാണ്. എങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്നറിയില്ല. എല്ലാവരും നല്ല മനസ്സ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം.